രാഹുൽ ഗാന്ധിയുടെ അടുത്ത പുറപ്പാട് വിജയം കണ്ടെത്തുമോ എന്നുള്ളതാണ്. വിജയം കണ്ടെത്താൻ ഒരു വഴിയില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിക്കും അറിയാം. പക്ഷേ ഒന്ന് പയറ്റി നോക്കുകയാണ് എവിടെ വരെ എത്തും എന്നുള്ളത്. രാഹുൽ ഗാന്ധി പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അവിശ്വാസ പ്രമേയം അവർ കൊണ്ടുവരുന്നത് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെയാണെങ്കിലും ഇപ്പം ശരിക്ക് ഇന്ത്യൻ ജനതയുടെ അവിശ്വാസം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയോ എന്ന് സംശയിക്കേണ്ട ഒരവസ്ഥയുണ്ട്. ഞാനിത് പറയുമ്പോൾ അത് ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കും, രാഹുൽ ഗാന്ധിക്ക് എഗൻസ്റ്റായിട്ട് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ കുറേ നാളത്തെ പെർഫോമൻസ് അസസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സ് മുഴുവൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് താഴോട്ട് പോവുകയാണ്. പ്രിയങ്കയുടെ അല്പം ഉയർന്നു പോയി എന്ന് പറഞ്ഞു, പക്ഷെ പ്രിയങ്കയും ഇപ്പോൾ യാതൊരു വിധത്തിലും പ്രതീക്ഷയില്ലാത്ത വിധത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ട് ലീഡേഴ്സ് ഒന്നിച്ചു ചേർന്നിട്ട് പോലും അവർക്ക് പാർലമെൻറ്റിൽ ഒരു ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ഉദാഹരണം നമുക്കെടുക്കാം. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, പ്രസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് ഈ ബഡ്ജറ്റിനെ കുറിച്ച് എന്തെല്ലാം വിഷയങ്ങൾ പറയാമായിരുന്നു. ഈ ബഡ്ജറ്റിൽ അവർക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പറയാമായിരുന്നില്ലേ? അധികമൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം വേറൊരു വിഷയത്തിലേക്ക് പോയത്. പക്ഷേ അതിനേക്കാൾ വലിയ വിഷയം അവിടെ കിടക്കുകയായിരുന്നു. അമേരിക്ക ഇന്ത്യ കരാർ, അതിലുണ്ടാകുന്ന ഫ്ലോപ്പുകൾ എന്തെങ്കിലും ബി ജെ പിയെ കൊട്ടാനായിട്ട് കോൺഗ്രസ്സിന് പറയാനുണ്ടെങ്കിൽ പറയാമായിരുന്നു. ചില കാർഷികോൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ഒരു സംശയത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ നമ്മുടെ ട്രഡീഷണൽ ഒരു കൂട്ടായ്മയായിരുന്ന റഷ്യയുമായിട്ട് നമ്മൾ അകലുകയാണോ? അങ്ങനെ അകന്നാൽ നമുക്ക് ഈ ചതിയൻ അമേരിക്കയെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇത്തരം ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിക്കാനും ഇന്ത്യയുടെ വിദേശ നയത്തിൽ ചില ഫ്ലോപ്പുകൾ വന്നിട്ടുണ്ടോ എന്ന് പോലും ഒരു പക്ഷേ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിക്ക് ചോദിക്കാനും കഴിയുന്ന ഒരു സന്ദർഭം അദ്ദേഹം വെറും ആവശ്യമില്ലാത്ത ഒരു വിഷയത്തിൽ കളഞ്ഞു എന്നുള്ളതാണ്. 2020 ഗാൽവാൻ ഒരു പ്രതിസന്ധി വന്നപ്പോൾ MM നരവണെ എന്ന ജനറൽ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറഞ്ഞതായി പറയപ്പെടുന്ന ഒരു വിഷയം എടുത്തുകൊണ്ടാണ് അദ്ദേഹം ലോക്സഭയിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയത്. അതും ഈ പ്രസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ. ആ സന്ദർഭത്തിൽ സ്പീക്കർ പറഞ്ഞതാണ്, താങ്കൾക്ക് വിഷയം അവതരിപ്പിക്കാനുണ്ടെങ്കിൽ പിന്നീട് അവസരം തരാം. അല്ലല്ല, ഇപ്പം തന്നെ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ വേറൊന്നും വേണ്ട, നമ്മൾ ഈ ചാനലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ സംസാരിച്ച ഒരു വിഷയം ഇവിടെ എടുത്താൽ താങ്കൾ ആങ്കർ എന്നുള്ള നിലയ്ക്ക് എന്ത് പറയും? അതിപ്പോൾ പറയണ്ട. അതെ, ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരുമെന്നല്ലേ പറയുക. ഇത് പാർലമെന്റിൽ ഇത് ബാധകമല്ലേ? പാർലമെന്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം വിട്ട് വേറൊരു വിഷയത്തിലേക്ക് പോകുമ്പോൾ, അതും 2020 നടന്ന ഒരു കാര്യം, ഈ പബ്ലിഷ് ചെയ്യാത്തൊരു ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നതായ ഒരു കാര്യം, ഇതൊക്കെ ഓം ബിർള പറഞ്ഞു ഇത് പറയാൻ പാടില്ല. രണ്ടാമത് ഈ ബുക്കിനെ കുറിച്ച് പരാമർശിക്കുന്നെങ്കിൽ താങ്കൾ ആദ്യം ബുക്കിനെ കുറിച്ച് ഓതന്റിക്കേഷൻ ചെയ്യണം. ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ഈ ബുക്കിനെ കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ടാണ് പറയുന്നത്. ഇത് ഞാൻ ഈ വിഷയം സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ, സഭയിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. ഇത് ആധികാരികമായി ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഈ സഭാ നടപടികളൊന്നും പഠിച്ചിട്ടില്ലേ? സഭാ നടപടികൾ പഠിച്ചിട്ടില്ല എന്നാണ് ദയനീയ അവസ്ഥ കാണിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, ഇപ്പം ഡൽഹിയിൽ ചെല്ലുന്ന പാർലമെൻറ്റ് MP-മാർക്കൊക്കെ ഒരു പ്രത്യേക ക്ലാസ് തന്നെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ക്ലാസ് പോലും വേണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ക്ലാസ് ഉണ്ടെന്നാണ്. അല്ല, ക്ലാസ് ഉണ്ട്, ഭംഗിയായ ക്ലാസ് ഉണ്ട്. പണ്ടിവിടെ കേരളത്തിൽ നമ്മുടെ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന ആയിരുന്നു ഇവിടുന്ന് ചെല്ലുന്നവർക്കൊക്കെ ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആയിരിക്കാം അല്ലേ? ശക്തർ ആൻഡ് കൗളിന്റെ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അതിന് പുറമെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടും നമ്മൾ പരമ്പരാഗതമായിട്ടും പാർലമെന്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ അവിടെ ബോധ്യപ്പെടുത്താറുണ്ട്. പിന്നെ എന്ത് പറഞ്ഞുകൂടാ എന്നുള്ളത് വളരെ കർക്കശമായിട്ട് അവിടെ അവരെ പഠിപ്പിക്കാറുണ്ട്. എന്ത് പറഞ്ഞുകൂടാ, അതാണല്ലോ അറിഞ്ഞിരിക്കേണ്ടത്. എന്ത് പറഞ്ഞുകൂടാ, എന്ത് ചെയ്തുകൂടാ, അത് പ്രൊസീഡിങ്സിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ പാഠങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ തലയിൽ കയറിയിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതിലൊന്നും പോകാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് ചില MP-മാർ പറഞ്ഞത്, ഈ 540 പേരുള്ള ആ സഭയിൽ ഒരു 250-300 പേര് എക്സ്പെർട്ടുകളാണ്. പല വിഷയങ്ങളും ആധികാരികമായി സംസാരിക്കാനും രാഷ്ട്രീയമായിട്ട് പോലും വളരെ
കുശാഗ്ര ബുദ്ധിയോടെ സംസാരിക്കാൻ കഴിയുന്നവരാണ് അവിടെ ഉള്ളത്. ഒരു 10-200-300 പേര്. ഇവരുടെ സ്പീച്ച് കേട്ടോണ്ടിരുന്നാൽ പോലും നമുക്ക് അറിയാതെ ഒരു ഇൻസ്പിറേഷനും നോളജും വന്നു ചേരുമെന്നാണ് പറയുന്നത്. 6 മാസം നമ്മൾ ഈ സ്പീച്ചുകളെല്ലാം ശ്രദ്ധിച്ച് അവർ പറയുന്നത് എല്ലാം ഒന്ന് കുറിച്ച് വെക്കുക മാത്രം ചെയ്താൽ മതി, നമ്മളൊരു പണ്ഡിതനായി മാറുമെന്നാണ് പലരും പറയുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള NK പ്രേമേന്ദ്രൻ്റെ ഒക്കെ പ്രസംഗം, പ്രേമേന്ദ്രൻ മുതൽ അങ്ങനെ ഈ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ, കേന്ദ്രമന്ത്രിമാരിൽ ഒരാളില്ല മോശമായിട്ടുള്ളത്, അറിയാമോ? അതെ, ഈ പീയൂഷ് ഗോയലിനെ പോലെയൊക്കെയുള്ള പ്രഗത്ഭന്മാരാണ്. ജയശങ്കർ, അതുപോലെ IAS IFS എന്നൊക്കെ വന്ന, അല്ലെങ്കിൽ മറ്റ് പല മേഖലകളിൽ പ്രഗത്ഭരായവരാണ് മിലിറ്ററിയിൽ നിന്ന് വന്നവർ. തരൂർ പോലും തരൂർ. അത് ഇവരെയൊക്കെ കണ്ടാണ് പഠിക്കേണ്ടത്, കേട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ എന്നോടൊരാൾ പറയായിരുന്നു, ഈ ആദ്യകാലത്ത് നമ്മുടെ K. മുരളീധരൻ പാർലമെന്റിൽ വെറും ഹോപ്പ്ലെസ് ആയിരുന്നു. നമുക്കറിയാമായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ അന്നത്തെ സ്പീച്ചും കാര്യങ്ങളൊക്കെ. കിങ്ങിണിക്കുട്ടൻ എന്നാണ് അദ്ദേഹത്തെ കളിയാക്കി പോലും വിളിച്ചിരുന്നത്. പണ്ട് നമ്മുടെ ഇദ്ദേഹം രമേശൻ നായർ എഴുതിയ നാടകത്തിലൂടെ. അതെ അത് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ അന്നത്തെ സ്പീച്ചുകൾ പലതും അത്തരത്തിലായിരുന്നു. പക്ഷെ ഒറ്റ ടേം കൊണ്ട്, ഒരു 5 വർഷം കൊണ്ട് അദ്ദേഹം ടോട്ടലി റിഫൈൻഡ് ആയി മാറിയെന്നാണ്. അതിന്റെ പ്രധാന കാരണം പാർലമെന്റിൽ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു എന്നുള്ളതാണ്. പാർലമെന്റിലെ പ്രൊസീഡിങ്സ്, പാർലമെന്റിൽ ഓരോരുത്തരും നടത്തുന്ന പ്രസംഗങ്ങൾ, പാർലമെന്റിലെ അവരുടെ ആ ഒരു അധിക സമയം കിട്ടില്ലല്ലോ, 7 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെയാണ് കിട്ടുന്നത്. അതിനിടയ്ക്ക് കാച്ചിക്കുറുക്കിയ പോലെ തൻ്റെ ആശയം അവിടെ വെളിപ്പെടുത്താൻ കിട്ടുന്ന അവസരം, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലാക്കി. ഇന്ന് K. മുരളീധരനെ പോലെ സംസാരിക്കാൻ കഴിവുള്ള ഒരു നേതാവെന്നും കേരളത്തിലില്ല, അല്ലേ? ഏത് വിഷയത്തെക്കുറിച്ചും ക്യാമറ മുമ്പിൽ വെച്ചിട്ട് അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അത് ഹെഡ്ലൈനാണ്. ഇതുപോലെയാണ് അദ്ദേഹം മണ്ഡലത്തെയും നോക്കുന്നത്. അത് ടോട്ടലി അദ്ദേഹം ചേഞ്ച് ചെയ്തു. കാരണം അദ്ദേഹം ഈ 500 പേരിൽ പ്രധാനക്കളുടെ മുഴുവൻ സ്പീച്ചും മറ്റു കാര്യങ്ങളും കേട്ട് അദ്ദേഹം അത് ഹൃദയസ്ഥമാക്കി. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് എങ്ങനെയാണ് കാച്ചിക്കുറുക്കിയ ഒരു വിഷയത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, അല്ലെങ്കിൽ സഭയുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇത് തന്നെയാണ് ജോൺ ബ്രിട്ടാസും ചെയ്തിരുന്നത്. ജോൺ ബ്രിട്ടാസ് ആദ്യം കാണാതെ പഠിച്ചാണ് പലപ്പോഴും പോയിരുന്നെന്ന് പലരും പറയാറുണ്ട്. അദ്ദേഹം നല്ല വാക്കുകളൊക്കെ തിരഞ്ഞെടുത്ത് എഴുതി റെഡിയാക്കി അതൊന്ന് പഠിച്ചിട്ടാണ് അവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല അദ്ദേഹത്തിന്. ഇപ്പം നല്ല ഭംഗിയായിട്ട് അദ്ദേഹത്തിന് എവിടെ പോയാലും സംസാരിക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തവണത്തെ ആ ഇന്റർനാഷണൽ അദ്ദേഹം ഒരു ഡെലിഗേഷനൊക്കെ നയിച്ച് പോയല്ലോ, ആ സന്ദർഭത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു എന്ന് എല്ലാവരും പറയുകയാണ്. അപ്പം ആ വിധത്തിൽ മാറാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നാണ് അതിശയം പറയുന്നത് ഈ രാഹുൽ ഗാന്ധിക്ക്. അതും പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതികൾ ശരിയല്ലാതായി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വിമർശനമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. ഈ വിഷയം അവതരിപ്പിച്ചു സ്പീക്കർ വരട്ടെ, ഇത് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അടങ്ങേണ്ടതാണ്, അത് തയ്യാറായില്ല. ലീഡർ ഓഫ് ഓപ്പോസിഷനെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്തൊരു വിഷയം ഉണ്ടായിക്കൊണ്ടുപോയി. പിന്നെ അദ്ദേഹം ഈ ജനറൽ നരവണയുടെ ബുക്കിനെ കുറിച്ച്, MM നരവണയുടെ ബുക്കിനെ കുറിച്ച് അദ്ദേഹം അങ്ങ് ആധികാരികമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. നിയമസഭയിൽ, പാർലമെന്റിൽ എന്നാൽ ആധികാരികമായിട്ട് എഴുതി കൊടുത്തിട്ടുമില്ല. ഇത് ഞാൻ ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞ് അദ്ദേഹം എഴുതി കൊടുത്തിട്ടില്ല. എന്നിട്ട് പുറത്ത് വന്നിട്ടും അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് പെൻഗ്വിൻ പറയുന്നു, ഇതിപ്പോൾ പബ്ലിഷ് ചെയ്ത ബുക്ക് എൻ്റെ ആൾക്കാർ പറയുന്നു അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല, ഓൺലൈനായോ ഓഫ്ലൈനായോ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് കേസ് ഫയൽ ചെയ്തു. രാജ്യരക്ഷാ നിയമം ഉൾപ്പെടെയുള്ളത് വെച്ചിട്ടാണെന്നാണ് പറയുന്നത് കേസ് ഫയൽ ചെയ്തു. അപ്പോൾ ആ കേസിൽ ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി പെടുമോ എന്നുള്ളതാണ് സംശയമായിരിക്കുന്നത്. കാരണം ഇദ്ദേഹം പാർലമെന്റിന് പുറത്തും പറഞ്ഞിരിക്കും, പാർലമെന്റിനകത്താണെങ്കിൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതാണ് രാഹുൽ ഗാന്ധി പെട്ടു എന്ന് ഞാൻ പറയാൻ കാര്യം. കാരണം പാർലമെന്റിന് പുറത്തും കൂടെ പറഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ അറിയാമോ, ആ പെൻഗ്വിനെ പറഞ്ഞത് ഇവർ വിരട്ടിക്കാണും, EDAയും NIA ഒക്കെ ഉപയോഗിച്ച് ഇവർ വിരട്ടിക്കാണും. അപ്പോൾ പെൻഗ്വിൻ ചിലപ്പം അങ്ങനെ പറഞ്ഞു കാണും. പക്ഷേ ജനറൽ നരവനെ പറയട്ടെ, അദ്ദേഹമാണ് ഇതിൻ്റെ ആളെന്ന്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല, അതിൽ ഇത്തരം കാര്യങ്ങളൊന്നും പരാമർശിക്കുന്ന കാര്യം ആയിട്ടില്ല. കാരണം ബുക്ക് പബ്ലിഷ് ചെയ്താലേ ഇത് എന്താണെന്ന്. ഇപ്പം ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്തായാലും അത് പബ്ലിഷ് ചെയ്യുമ്പോഴേ ഞാനത് എഴുതിയത് പലതും വെട്ടി തന്നിരിക്കും. പിന്നെ നരവനെ പറഞ്ഞതിൽ ഒരു വലിയ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നരവനെ പറഞ്ഞത് എന്താണ്, ഒരു നിർണായക നിമിഷത്തിൽ ഞാൻ വൈകുന്നേരം രാജ്നാഥ് സിംഗിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചൈനീസ് അഗ്രസീവായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നു, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു.
അപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന മറുപടി, അദ്ദേഹം പ്രൈം മിനിസ്റ്ററുമായിട്ട് അവരുടെ ചർച്ച ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് തന്നിരിക്കുന്നു, നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാവുന്നതാണ്. അതിൽ പരം ഒരു ജനറലിന് കിട്ടാവുന്ന ഒരു ഒപ്പീനിയൻ വേറെ ഇല്ല. നിങ്ങൾ എന്ത് തീരുമാനം എടുത്തോ ഞങ്ങൾ അതിനൊപ്പം ഉറച്ചു നിൽക്കുന്നതല്ലേ എൻ്റെ അർത്ഥം. അല്ലാതെ നിങ്ങൾ തീരുമാനം എടുത്തോ പിന്നെ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ മാത്രം ഉത്തരവാദി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരി. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. യു ക്യാൻ ടേക്ക് വാട്ട് എവർ ഡിസിഷൻ യു വാണ്ട്. മൂവ് ചെയ്ത് മുമ്പോട്ട് പോകണോ പൊക്കോ, അല്ല അവിടെ നിന്നിട്ട് അവരെ പ്രതിരോധിക്കണം അങ്ങനെ ചെയ്തു. ഒരടി പുറകോട്ട് വരണമെങ്കിൽ അതും ചെയ്തു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അത് ചെയ്യാനാണോ. കാരണം ടെൻഷൻ ഒരുപാട് നിൽക്കുന്ന സമയമാണ് അപ്പോഴും. അപ്പോൾ ഒരു പിന്നെ രാജ്യരക്ഷാ മന്ത്രിക്ക് കയറി അടിച്ചോളാൻ പറയാനും ഒക്കില്ല, പുറകോട്ട് ഇറങ്ങിക്കോളാനും പറയാൻ ഒക്കില്ല. ആ സമയത്ത് എന്താണ് അവിടെ നിൽക്കുന്ന ജനറൽ യുക്തമായ തീരുമാനം എടുക്കണം. അവിടെ നിൽക്കുന്ന ആൾക്കാരെ ഉപയോഗിച്ച് ജനറൽ തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. അവിടെ മേജർ ജനറൽ മറ്റു ആൾക്കാരൊക്കെ ഉള്ളവരവിടെ കാണും. അവരുമായിട്ട് ചോദിച്ച് തീരുമാനം എടുക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ആ ഒരു കാര്യം ഒന്ന് പരാമർശിച്ചതായി പറയപ്പെടുന്നു. ആ ബുക്ക് ഇപ്പോഴും രാജ്യരക്ഷാ വകുപ്പിൻ്റെ കയ്യിലിരിക്കുകയാണ്, അതിലെ പരാമർശം. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്ന രാജ്യരക്ഷാ വിഭാഗത്തിൻ്റെ സ്ഥാനങ്ങളിരിക്കുന്നവരൊന്നും റിട്ടയർ ചെയ്താൽ ഉടനെ ഏത് കാര്യവും വിളിച്ചു പറയാൻ പാടില്ല. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ എംബസിയിലിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ ചുക്കിട്ട് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാണ് ജയശങ്കർ. അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കാണും. ഇന്ദിരാഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ കാണും, വാജ്പേയി പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തോട് നേരിട്ട് വിളിച്ച് പറഞ്ഞ കാര്യം കാണും, മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യങ്ങൾ കാണും. പിന്നെ ഈ വിധത്തിൽ പിന്നെ VP സിംഗ് പറഞ്ഞ കാര്യങ്ങൾ കാണും. ഇതെല്ലാം അദ്ദേഹം ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധ ഭയങ്കര കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരെയുള്ള പുസ്തകമാകും. പക്ഷെ അത് ചെയ്യാൻ പാടില്ല. അത് എത്തിക്സാണ്. ഞാൻ ഇരുന്ന കസേരയിൽ അന്ന് വന്നിട്ടുള്ള ട്രാൻസാക്ഷനുകൾ, അന്ന് വന്നിട്ടുള്ള ടോക്കുകൾ, ഇതെല്ലാം ഞാൻ വെളിപ്പെടുത്തിയ. ഇതെന്തുകൊണ്ടാണ് വില വരുന്നത്? അന്ന് രഹസ്യമായി നമ്മൾ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത ചില പ്രവൃത്തികൾ അതങ്ങനെ രഹസ്യമായി നിൽക്കുന്നതുകൊണ്ടാണ് ഇത് പരസ്യമാക്കുമ്പം ഇതിന് വാല്യൂ വരുന്നത്, അല്ലേ? അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ തിയറി. ഇനി ചെയ്യണമെങ്കിൽ രാജ്യരക്ഷാ വകുപ്പിൻ്റെ അനുമതി വേണം. ആ അനുമതിക്ക് കാത്തിരിക്കുന്ന പുസ്തകമാണത്. അതിനു മുമ്പേ ഇതിനെക്കുറിച്ച് പറഞ്ഞ് രാഹുൽ ഗാന്ധി പെട്ടിരിക്കുകയാണ്. അദ്ദേഹം പാർലമെൻറ്റിനകത്ത് പറഞ്ഞത് പോട്ടെ, അത് അദ്ദേഹത്തിന് LOP എന്നുള്ള നിലയ്ക്ക് സംരക്ഷണം കിട്ടുമായിരിക്കും പാർലമെൻറ്റ്. പക്ഷേ പാർലമെൻറ്റിന് പുറത്ത് അദ്ദേഹം പറഞ്ഞത് BJPക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് വെട്ടിലാക്കാം. രാജ്യരക്ഷാ വിഷയങ്ങളിൽ അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തി രാജ്യത്തിൻ്റെ ഇമേജ് തകർക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഇന്ത്യയുടെ ജനറലിനെ ൻ്റെതായി കോട്ട് ചെയ്ത സാധനം ഇന്ത്യയുടെ ജനറൽ MM നരവണെ തന്നെ പിന്നെ ഇപ്പം അത് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി പ്രതിസന്ധിയിലാവുകയാണ്. ഇത് BJP എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് കണ്ടറിയാം. ഒരു പക്ഷേ ഒരു ടൈറ്റ് കേസായിട്ട് ഇത് മാറിയാൽ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും പണ്ടത്തെ പോലെ സുപ്രീം കോടതിയിലൊക്കെ വന്ന് മാപ്പ് പറയേണ്ട സാഹചര്യം വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.